ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഒനിയൻ പക്കോട ഉണ്ടാക്കാം. നല്ല ചൂട് ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഒനിയൻ പക്കോട. ഈ ഒനിയൻ പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 ഒനിയൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 സവാള കട്ട് ചെയ്യുമ്പോൾ, ഒനിയൻ പക്കോടയ്ക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? അപ്പം നമ്മൾ മാവുമായിട്ട് യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകില്ല. പറ്റ് നൈസാക്കി കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒനിയൻ പക്കോട നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരുപാട് കൈയിട്ടിങ്ങനെ ഞെരടി ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ തന്നെ സവാള അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആവും. നമ്മൾ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ തന്നെ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഒരുപാട് ഞെരടി ഇതാക്കണ്ട കേട്ടോ. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലത്തെ ഒരു ബൗളിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 സവാളയിൽ എടുത്തിട്ടുള്ളൂ. ഈ ഒനിയൻ പക്കോട ഉണ്ടാക്കുമ്പോൾ സവാള മുന്നിട്ട് നിൽക്കണം, പൊടി കുറച്ച് കുറവായിരിക്കണം. ഇപ്പോൾ 5 ടേബിൾ സ്പൂൺ കടലമാവുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയാണിത്. ഇതും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ പൊടി ചേർക്കുന്നത് നമ്മുടെ പക്കോട നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, അതായത് നമ്മൾ പെരിഞ്ജീരകം എന്നൊക്കെ പറയില്ലേ, അത് ഫെനൽ സീഡ്, അത് പൊടിച്ചത് നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ പക്കോടയ്ക്ക്. ഇനി ഇതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരല്പം കൂടി കൂടുതൽ ചേർത്തോളൂ. ഞാൻ ഒരു 2 പിഞ്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ എരിവിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഇഞ്ചിയൊന്നും ചതച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതൊന്നും ചേർക്കാതെയാണ് ഈ പക്കോട ഉണ്ടാക്കുന്നത്. എന്നാൽ നല്ല ടേസ്റ്റാണ് ഈ ഒനിയൻ പക്കോട നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അല്പം എരിവ് ഒന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പിരിയമുളകും നല്ല മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. അപ്പോൾ കളറും കിട്ടും, എരിയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പൊടിച്ചത്. നിങ്ങളും അങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം എരിവും ഉണ്ടാവില്ല, നമുക്ക് അത്യാവശ്യം കളറും കിട്ടും. ഞാനൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ കണ്ടോ, ഈ ഇങ്ങനത്തെ സ്പൂണിന് 3 സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. പൊടികൾ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ ഉപ്പ് പെരട്ടി വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളും ഈ ഉള്ളിയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഉള്ളിയിലുള്ള വെള്ളം കൊണ്ട് കുറച്ചൊക്കെ നനഞ്ഞ് കിട്ടും. പിന്നെ ബാക്കി മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി.
അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്നായിട്ട് ആദ്യം തന്നെ ഒഴിക്കരുത്. കുറച്ച് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ വെള്ളം പറ്റ കുറച്ച് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഈ സവാളയിൽ നിന്ന് നമ്മൾ ഉപ്പ് ചേർത്തതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെയും കൂടിപ്പോവും. നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ അളവ് അറിയാമല്ലോ. ആ വെള്ളത്തിന് കുഴച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരല്പം കൂടി വെള്ളം വേണം. ഇതിൻ്റെ അടിയിൽ കുറച്ചുകൂടി മാവുണ്ട് നനയാനായിട്ട്. അതിലേക്ക് 2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കരിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം ഉള്ളി ചേർത്ത സമയത്ത്, മാവിലേക്ക് ഉള്ളി ചേർത്ത സമയത്ത് കരിവേപ്പിൻ്റെ ഇല ചേർക്കാൻ മറന്നു പോയതാണ്. നിങ്ങൾ ആ മാവിലേക്ക് ഉള്ളി ചേർക്കുന്ന സമയത്ത് കരിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുത്തോളൂ. ഇതൊരു 4 തണ്ട് കരിവേപ്പിൻ്റെ ഇലയുണ്ട്. അതൊന്ന് ചെറുതായിട്ട് പിച്ച് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വിധം കൈകൊണ്ടിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം. ഇതിന് ഒരു ഭാഗമായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഒനിയൻ പക്കോട ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇട്ടതായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. കണ്ടോ, അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കൈകൊണ്ട് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ നുള്ളിയിട്ടാൽ മതി. അപ്പോൾ ഒരു ഷേപ്പൊന്നും ആവശ്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഒനിയൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇതുണ്ടോ, നിങ്ങൾക്ക് ഈ ഒനിയൻ പക്കോട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നല്ല ചൂട് ചായയോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ചായക്കൊപ്പം കൊടുക്കാനൊക്കെ വളരെ ടേസ്റ്റുള്ള ഒന്നാണ് ഒനിയൻ പക്കോട. വളരെ സിമ്പിളല്ലേ, നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തില്ലേ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.